കിരിബാത്തിയിൽ പുതുവർഷമെത്തി. അന്താരാഷ്ട്ര ദിനാങ്ക തൊട്ടു പടിഞ്ഞാറുള്ള ഓഷ്യാനിയൻ രാജ്യമായ കിരിബാത്തിയിലാണ് ലോകത്ത് ഏറ്റവും ആദ്യം പുതുവർഷമെത്തിയത്. കിരിബാത്തിയിൽ പുതുവർഷത്തിന്റെ മണി മുഴങ്ങുമ്പോൾ ഇന്ത്യയിൽ സമയം വൈകിട്ട് 3:30 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കിരിബാത്തിക്ക് പിന്നാലെ ന്യൂസിലൻഡിന്റെ ഭാഗമായ ചാറ്റം ദ്വീപിലേക്കും പുതുവർഷമെത്തും. അടുത്ത ഘട്ടത്തിൽ കൂടുതൽ രാജ്യങ്ങൾ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കും. ഇതോടെ ലോകം മുഴുവനും ആഘോഷങ്ങളിലേക്ക് തിരിയും. ഇന്ത്യൻ സമയം 4:30 ന്യൂസിലാൻഡിലും 6:30 ഓസ്ട്രേലിയയിലെ സിഡ്നിയിലും പുതുവർഷം പിറക്കും. 8:30 ജപ്പാനും 9:30 ചൈനയും പുതുവർഷത്തെ വരവേൽക്കും. ഇന്ത്യൻ സമയം പുലർച്ചെ 5:30 UK പുതുവർഷാഘോഷം. ഏറ്റവും അവസാനം പുതുവർഷം എത്തുന്നത് അമേരിക്കയിലെ ജനവാസമില്ലാത്ത ബെക്കർ ദ്വീപ്, ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ്. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പുതുവർഷത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പിലാണ്. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ പ്രമുഖ ഹോട്ടലുകൾ മുതൽ കോവളം, വർക്കല ബീച്ചുകൾ വരെ നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇത്തവണത്തെ തലസ്ഥാനത്തെ ആഘോഷങ്ങൾക്ക് കൊച്ചിയിലെ കാർണിവൽ മാതൃകയിൽ ഒരു പ്രത്യേകതയുമുണ്ട്. വെള്ളാറിലെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ 10 കലാകാരന്മാർ ചേർന്ന് നിർമ്മിച്ച 40 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഇവിടത്തെ പ്രധാന ആകർഷണമാകും. ആഘോഷങ്ങൾക്കൊപ്പം സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്തുടനീളം കർശനമായ നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ വൈകുന്നേരം 6 മണി മുതൽ പ്രവേശനം നിയന്ത്രിക്കും. കൊച്ചിയിലെ കാർണിവൽ സുഗമമായി നടത്തുന്നതിനായി പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുകയും ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് തടയുകയും ചെയ്തിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി റെഡ് സോണുകളിൽ ഡ്രോണുകൾ പറത്തുന്നത് കമ്മീഷണർ വിമലാദിത്യ നിരോധിച്ചിട്ടുണ്ട്. പുതുവത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം 1 മണിക്കൂർ കൂടി നീട്ടിയിട്ടുണ്ട്. ബാർ ഉടമകളുടെ ആവശ്യം പരിഗണിച്ച് സർക്കാർ എടുത്ത തീരുമാനപ്രകാരം രാത്രി 12 മണിവരെയാണ് ഇന്ന് പ്രവർത്തനാനുമതിയുള്ളത്. എന്തായാലും സംസ്ഥാനത്തുടനീളം പുതുവർഷത്തോടനുബന്ധിച്ച് കർശനമായ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സർക്കാരും നൽകിയിരിക്കുന്നത്. കേരളത്തിലും വിപുലമായ ആഘോഷങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. പല സ്ഥലത്തും വൈവിധ്യമാർന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കൊച്ചിയിലടക്കം വിപുലമായ ആഘോഷങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ തുടക്കമിട്ടിരുന്നു.